ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാലാവസ്ഥാ വിദഗ്ധനെന്നാണ് LJP സ്ഥാപകൻ രാംവിലാസ് പാസ്വാൻ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. കാറ്റെങ്ങോട്ട് വീശുന്നുവെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് സഖ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്ന മറ്റൊരു നേതാവ് സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല. 1999 വാജ്പേയി സർക്കാരിൽ, 2004 ഒന്നാം UPA, 1ഉം 2ഉം മോദി സർക്കാരിൽ ഇതിലെല്ലാം പാസ്വാൻ മന്ത്രിയായിരുന്നു. അതിനു മുൻപ് VP സിംഗ്, ദേവഗൌഡ, ഗുജറാത്ത് സർക്കാരുകളുടെയും ഭാഗം. രാംവിലാസ് പാസ്വാൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ LJP രാഷ്ട്രീയത്തിൽ ചില വഴിത്തിരിവുണ്ടായെങ്കിലും ഇന്നിപ്പോൾ മകൻ ചിരാഗ് പാസ്വാൻ ബീഹാറിൽ, പ്രത്യേകിച്ച് NDA രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. ചലച്ചിത്ര താരമായാണ് ചിരാഗ് പാസ്വാന്റെ തുടക്കം. കങ്കണ റണോത്തും ചിരാഗും കേന്ദ്ര കഥാപാത്രങ്ങളായുള്ള ചിത്രം മിലേന മിലേഹം 2011 പുറത്തിറങ്ങിയെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. വെള്ളിത്തിരയിൽ തിളങ്ങാതെ പോയ മകനെ രാംവിലാസ് പാസ്വാൻ രാഷ്ട്രീയത്തിലിറക്കി. ജാമുയി മണ്ഡലത്തിൽ നിന്ന് 2014 2019 പാർലമെന്റിലെത്തിച്ചു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് രാംവിലാസ് പാസ്വാന്റെ മരണം. അതിനു മുൻപേ പാർട്ടി നിയന്ത്രണം ചിരാഗിലേക്ക് വന്നു ചേർന്നിരുന്നു. നിതീഷ് കുമാറുമായി യുദ്ധം പ്രഖ്യാപിച്ചായിരുന്നു തുടക്കം. മോദി പ്രിയ നേതാവെന്ന് ആവർത്തിക്കുമ്പോഴും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. JDUവിനെതിരെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി. അതിൻ്റെ ക്ഷീണം JDUവിന് നല്ലതുപോലെ ഉണ്ടായി. BJP 74 സീറ്റ് നേടിയപ്പോൾ JDU 43 സീറ്റിൽ ഒതുങ്ങി. BJPയുടെ അറിവോടെയുള്ള നീക്കമെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ പശുപതി പരസ് പാർട്ടി പിടിച്ചെടുക്കുന്നതും കേന്ദ്രത്തിൽ മന്ത്രിയാകുന്നതുമാണ് പിന്നീട് കണ്ടത്. അന്നേറ്റ തിരിച്ചടിയിൽ നിന്ന് ചിരാഗ് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. പാസ്വാന്റെ പാരമ്പര്യവും വോട്ട് ബാങ്കും ചിരാഗിനൊപ്പമാണെന്ന് മനസ്സിലാക്കിയ BJP അദ്ദേഹത്തെ NDAയിൽ തിരിച്ചെടുത്തു. 5 സീറ്റും നൽകി, 5ലും ജയിച്ചു. ചിരാഗ് കേന്ദ്രമന്ത്രിയായി. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2025 എത്തുമ്പോൾ ചിരാഗിന്റെ LJP-RV BJP ഏറ്റവും മൂല്യം കൽപ്പിക്കുന്ന സഖ്യകക്ഷിയാണ്. ബീഹാറിൽ NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായപ്പോഴേ പാതി ജയിച്ചു കഴിഞ്ഞു ചിരാഗ്. NDA സഖ്യത്തിൽ സ്ഥാനവും കൂടുതൽ സീറ്റും ഉറപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. സീറ്റ് ചർച്ചയിൽ തൻ്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്താനും അത് അംഗീകരിക്കുന്നതുവരെ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ ചിരാഗിന് ലഭിച്ചത് 29 സീറ്റ്. മുന്നണിയിൽ JDUവും BJPയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് അനുവദിക്കപ്പെട്ട പാർട്ടി. ജിതൻ റാം മാഞ്ചിയുടെ HAMനും ഉപേന്ദ്ര കുശ്വാഹയുടെ RLMനും ലഭിച്ചത് 6 വീതം സീറ്റുകൾ മാത്രമാണ്. മുന്നണിയിലെ ഒരു ജൂനിയർ പങ്കാളി മാത്രമായല്ല BJP ചിരാഗിനെ കാണുന്നത്. NDAയുടെ സാമൂഹ്യ സഖ്യം വിശാലമാക്കുന്നതിനും ദളിത് വോട്ടുകളുടെ ചോർച്ച തടയാനുള്ള ഒരു മാർഗം എന്നതിനപ്പുറം ഒരു മുതൽക്കൂട്ടും നിക്ഷേപവുമൊക്കെയാണ് BJPക്ക് ചിരാഗ്. നിതീഷ് തന്നെ മുഖ്യമന്ത്രി എന്ന് BJP ഇപ്പോൾ പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും അന്തിമ ഫലം നിർണായകമാകും. അവിടെ ചിരാഗിന് നൽകിയ 29 സീറ്റുകൾക്ക് മൂല്യം കൂടുമെന്ന് BJPക്ക് നല്ലതുപോലെ അറിയാം. ഏറ്റവും ചുരുങ്ങിയത് നിതീഷിനെ വരുതിക്ക് നിർത്താൻ ആ സീറ്റുകൾ ഉപകരിക്കുമെന്ന് BJP വിലയിരുത്തുന്നു. നിതീഷിനേക്കാൾ താൻ മോദിയുടെ ഹനുമാൻ എന്ന് ആവർത്തിക്കുന്ന ചിരാഗിനെ തന്നെയാണ് BJPക്ക് വിശ്വാസ കൂടുതൽ. ആ അർത്ഥത്തിൽ ചിരാഗ് പാസ്വാന് നൽകിയ 29 സീറ്റ് JDUവിൻ്റെ നെഞ്ചിലെ തീയാകുന്നുവെന്നതിൽ സംശയമില്ല. ദേശീയ രാഷ്ട്രീയത്തിലല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യമെന്ന് പലകുറി പറഞ്ഞിട്ടുണ്ട് ചിരാഗ് പാസ്വാൻ. ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന സൂചന നൽകിയിരുന്നെങ്കിലും അതുണ്ടായില്ല. സീറ്റ് ധാരണയിൽ പാതി വിജയിച്ച ചിരാഗിന് മുന്നിലുള്ള വെല്ലുവിളി ആ മണ്ഡലങ്ങളിൽ ജയിച്ചു കാണിക്കുക എന്നതാണ്. അതിന് സാധിച്ചാൽ രാംവിലാസ് പാസ്വാനെ പോലെ ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി അടയാളപ്പെടുത്തുന്നതാകും ചിരാഗിന് നിയമസഭാ തെരഞ്ഞെടുപ്പ്.